നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ, ഒരേ DNA, ഒരേ ഭക്ഷണം കഴിച്ച് വളർന്നു, ഒരേ സാഹചര്യം. ഒരാൾ ഭയങ്കര ബുദ്ധിമാൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ആളായിരിക്കും, ഒരാൾ സോക്കോൾഡ് നാട്ടുകാരൊക്കെ മണ്ടൻ എന്ന് വിളിക്കുന്ന രീതിയിൽ ഒരാളായിരിക്കും, ഒരാൾ സക്സസ്ഫുൾ ആയിരിക്കും, മറ്റേ മകൻ എന്ത് ചെയ്താലും വിജയിക്കില്ല, ഫെയിലിയർ, പ്രശ്നങ്ങളിൽ നിന്ന് അടുത്ത പ്രശ്നം, അങ്ങനെയായിരിക്കും. ചില ആളുകൾക്ക് നല്ല റിലേഷൻഷിപ്പ് കിട്ടി ഫാമിലിയെ ഹാപ്പി ജീവിക്കും. ചില ആളുകൾ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നം, എത്ര കല്യാണം കഴിച്ചാലും അതൊന്നും ശരിയാവില്ല, എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായാലും അതൊന്നും ശരിയാവില്ല. ഇതിൻ്റെ ഒക്കെ കാരണം എന്തായിരിക്കും? ഈ ബുക്കിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട ഒരാൾക്ക് ഈ ഭാഗം മനസ്സിലാവുള്ളൂ. ഇത് രണ്ടാം ഭാഗമാണ്. പോയി അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരും, എന്നാലേ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ഓദർ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ പോയി. അവിടെ നിന്ന് ഒരു ബോയിയെ പരിചയപ്പെട്ടു. അപ്പോൾ ഓദർ കാഷ്വലായിട്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് മോൻ എന്താവാനാണ് ആഗ്രഹം എന്ന ടിപ്പിക്കൽ ക്ലീശ ചോദ്യം ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് സർജൻ ആവണം, ഡോക്ടർ ആവണം എന്ന്. അപ്പോൾ ഓദർ ഓക്കെ നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓദറോട് അവൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എൻ്റെ കയ്യിലൊന്നും പണമില്ല, എനിക്ക് ആഗ്രഹിക്കാനേ പറ്റൂന്ന്. അപ്പോൾ ഓദർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഇവിടെ, നീ അത്രയും വലിയൊരു നിധിയും കൊണ്ടാണ് നടക്കുന്നത്. ഈ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഈ യൂണിവേഴ്സിന്റെ ഒരു ബോധമുണ്ട്, സൂപ്പർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒരു അംശമാണ് നീ. അത്രയും പവർഫുൾ ആയൊരു സംഗതിയാണ് നീ. സോ നീ വിചാരിക്കുന്ന എന്തും നിനക്ക് നേടിയെടുക്കാൻ പറ്റും. നിന്റെ കയ്യിൽ നിധി ഉണ്ട്, അത് നീ തിരിച്ചറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് നീ തിരിച്ചറിയുന്നൊക്കെ. ഓദർ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തിയെ കുറിച്ച് അവന് ക്ലാസ് എടുത്തു കൊടുത്തു. എന്നിട്ട് ചില ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് നിറയ്ക്കുക. അവന് ഡോക്ടർ ആവണല്ലോ, അപ്പൊ അവൻ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ തന്നെ ജോലിക്ക് കയറി. അവിടെ ഇങ്ങനെ ഓരോ ക്ലീനിങ് വർക്ക് ഒക്കെ ചെയ്യുമ്പോഴും ഇതിലെ ഓരോ ജോലികൾ കാണുമ്പോഴും ഇവൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഇതൊക്കെ ഞാനാണ്. ഇപ്പൊ ചുമരിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവൻ തുടയ്ക്കുമ്പോൾ ഇതിന് പേരെൻ്റെതാണ്. ഇങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യും. രാത്രി കിടക്കുമ്പോ ഉറക്കത്തിലേക്ക് തെന്നി വീഴുന്ന ആ മൊമെന്റിൽ അവനൊരു സർജൻ ആവുന്നതും അതിനുശേഷം അവൻ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഉപബോധ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ എന്താണോ ആഗ്രഹം അത് വിഷ്വലൈസ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, മറ്റേ സമയങ്ങളിൽ നമ്മളിങ്ങനെ നമ്മുടെ ആഗ്രഹം എനിക്ക് റിച്ച് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ മറുവശത്ത് മനസ്സ് പറയും കോപ്പാവും, ആദ്യം ഈ മാസം ഒരു 5000 രൂപയെങ്കിലും ഉണ്ടാക്കുന്നവർ പറയാൻ തുടങ്ങും. ലോജിക്കൊക്കെ കിടന്നിട്ട് അടിക്കും, ആകെ കൺഫ്യൂസ്ഡ് ആവും, ഇവിടെ ഒരു വേദനയൊക്കെയാണ് വരും. സ്ലീപ്പി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മനസ്സതങ്ങ് അക്സെപ്റ്റ് ചെയ്യും, കുറച്ചുകൂടി ഈസിയാണ്. അവൻ അങ്ങനെ സജഷൻസ് കൊടുത്തോണ്ടിരുന്നു. നമ്മുടെ ഓദർ ജോസഫ് മർഫി പ്രായമായ ഒരാളാണല്ലോ. അപ്പോൾ ഓദർ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു സർജൻ വന്നു. അപ്പൊ സർജൻ വർത്തമാനത്തിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, പണ്ടൊരു ദരിദ്രനായ ഒരു ബാലൻ ഉണ്ടായിരുന്നു, അവൻ ഇന്നത്തെ ഓസ്ട്രേലിയയിൽ തന്നെ ഫേമസ് ആയ ഒരു സർജനാക്കി മാറ്റിയ ഒരാൾ അത് നിങ്ങളാണ്. നിങ്ങൾ ഉപബോധ മനസ്സിന്റെ ശക്തി എനിക്ക് പറഞ്ഞു തന്നല്ലോ, അതാണ് എൻ്റെ ലൈഫിൽ മൊത്തം മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന്. നമുക്ക് എന്താ വേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ ഉപബോധ മനസ്സിലോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ്. കുറെ അവിടത്തെ കാര്യം ഇവിടത്തെ കാര്യം നെഗറ്റീവായ ഈ കാര്യം. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തോട്ട് പോരെ ടാക്സി വിളിച്ചിട്ട് അത് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ആ ടാക്സി ഡ്രൈവർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അയാൾ പോവുകയാണ്. അതേപോലെ നമ്മൾ പലതും പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ലൂയിസ് സ്റ്റുവർട്ട്സൺ എന്ന് പറഞ്ഞിട്ടൊരു നോവലിസ്റ്റ് ഉണ്ട്. സ്റ്റുവർട്ട്സൺ എഴുതിയിട്ടുണ്ട്, ഞാൻ എന്നും കിടക്കുന്നതിന് മുൻപ് എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടത് ആ ഒരു ഐഡിയയെ കുറിച്ച് ചിന്തിക്കും, ആ സജഷൻസ് കൊടുക്കും. അങ്ങനെ ഒരു ശീലം തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തു. എന്നും ഞാൻ കുറെ കഥകൾ, കുറെ ഇമാജിനേഷൻസ് ഒക്കെ ചിന്തിച്ച് കിടക്കും, ഉറങ്ങും. പിന്നീട് ഉപബോധ മനസ്സ് അതൊക്കെ കഥകളാക്കി എനിക്ക് തന്നെ തിരിച്ചു തരും എന്നുള്ളത്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സീരിയൽ പോലെ പാർട്ടായിട്ടായിരിക്കും, നമ്മൾ യോജിപ്പിക്കണം, അത്രേ ഉള്ളൂ എന്നുള്ളത്. ഫെഡറിക് ഓഗസ്റ്റ് കെക്കുലെ കുറെ ആലോചിച്ചു, കുറെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി. പക്ഷെ ഈ ബെൻസീൻ റിങ്ങിന്റെ ഈ ഘടന മനസ്സിൽ കിട്ടുന്നില്ല. അങ്ങനെ ഈ ചിന്തയിൽ കെക്കുല ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ കെക്കുലയ്ക്ക് പാമ്പ് അതിൻ്റെ തന്നെ വാല് കടിച്ചു നിൽക്കുന്ന ഒരു ചിഹ്നം മനസ്സിൽ വരികയാണ്. അവിടെ നിന്നാണ് ബെൻസീൻ റിങ്ങിന്റെ ഘടന ഉണ്ടായതെന്നാണ് പറയുന്നത്. ഡോക്ടർ ഫെഡറിക് കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ പ്രമേഹ രോഗത്തിലായിരുന്നു. അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു, മരുന്നുകൾ കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ ഫെഡറിക്കിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി, തൻ്റെ കുറച്ച് കൂട്ടുകാരും ഗ്രൂപ്പൊക്കെ ഉണ്ട്, പ്രമേഹ രോഗത്തിന് ഒരു മരുന്ന് ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ടീമായിട്ട് വർക്ക് ചെയ്യാണ്. സംഗതി മരുന്നുണ്ടാക്കാൻ കുറെ അധ്വാനിച്ചു, പല പരീക്ഷണങ്ങളൊക്കെ നടത്തി, കിട്ടുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഈ ചിന്തയിൽ ഫെഡറിക് ഉറങ്ങി. ഉറക്കത്തിൽ ഒരു ഐഡിയ കിട്ടുകയാണ്, നായയുടെ പാങ്ക്രിയാറ്റിക് ഡക്റ്റിൽ നിന്നും ഇൻസുലിൻ വേർതിരിച്ചെടുക്കാലോ എന്നുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ ഇൻസുലിൻ ഉണ്ടായത്. പല എഴുത്തുകാരും പറയുന്ന ഒരു കാര്യം, ഞാനിതൊക്കെ എഴുതുന്നുണ്ടെങ്കിലും ഞാനൊന്നും അല്ലത് എഴുതുന്നത്,
എന്നിലൂടെ എഴുതപ്പെടുന്നു, യൂണിവേഴ്സ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. സോ ഓതറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത് നമ്മളിലേക്ക് ഈ റിസൾട്ട് നൽകുന്നത് ഉപബോധ മനസ്സാണ് എന്നുള്ളതാണ്. ചില ആക്ടേഴ്സ് അവർ വലിയ റിഹേഴ്സൽസും ഒന്നും നടത്താതെ അവരങ്ങ് അഭിനയിച്ചു പോകും. അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാനിതൊന്നും വിചാരിച്ചില്ല, ഞാൻ അഭിനയിച്ചു. കാണുന്ന ആളുകൾ വിചാരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തു എന്നൊക്കെ. അവരത്ര റിഹേഴ്സലൊന്നും എടുത്തിട്ടില്ല, അതങ്ങ് സംഭവിച്ചു എന്ന് പറയാം അവര്. സോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കോൺഷ്യസ്ലി നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട് ആ ഉപബോധ മനസ്സ് നമ്മളിലേക്ക് നൽകും എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് മണി എന്നുള്ളൊരു ഏരിയയ്ക്ക് വരുമ്പോൾ ഓതർ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരായി പോയിക്കൊണ്ടേയിരിക്കുന്നത്, ദാരിദ്ര്യർ വീണ്ടും ദാരിദ്ര്യത്തിലേക്കും കടത്തിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. ദരിദ്രരുടെ മനസ്സിൽ ദാരിദ്ര്യവും പണക്കാരുടെ മനസ്സിൽ പണവും. സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് നോക്കുക. പണക്കാരിപ്പോഴും എങ്ങനെ ഈ പണം ബിൽഡ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ മണി എന്ത് ചെയ്യാം, ഇങ്ങനെ ചിന്തിച്ചു പോകും. ദരിദ്രരെ സംബന്ധിച്ച് ഈ ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാം, ആ കടം എങ്ങനെ വീട്ടാം, ഈ ദാരിദ്ര്യം ഈ സബ്ജക്റ്റ് തന്നെ നോക്കുക എന്നുള്ളതാണ്. ദരിദ്രരെ സംബന്ധിച്ച് ഈ ദാരിദ്ര്യം എന്നുള്ള ഈ സബ്ജക്റ്റ് ഒഴിവാക്കണം, അതാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മുടെ മനസ്സിൽ മാറ്റം കൊണ്ടുവരണം. സോ നമ്മുടെ ഉപബോധ മനസ്സിൽ സമൃദ്ധിയെ നിറയ്ക്കുക എന്നുള്ളതാണ്. അതിന് ഓതർ പറയുന്നൊരു കാര്യം, വെൽത്ത്, മണി എന്ന് പറഞ്ഞ ഈ രണ്ട് വാക്കുകൾ ദിവസത്തിൽ അധികം സമയം നമ്മൾ ഉപയോഗിക്കുക. ഉപബോധ മനസ്സിലേക്ക് നമ്മൾ അറിഞ്ഞു അറിയാതൊക്കെ സജഷൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിന് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ദിവസം ഒരു 3-4 നേരം ഒരു 5 നിമിഷം വെൽത്ത് മണി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഒരു മന്ത്രോച്ചാരണം എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ വെൽത്ത് മണി അത് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞ് അത് ഉപബോധ മനസ്സിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ പോയിന്റ് പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പറഞ്ഞ ബുക്കിൽ പറയുന്ന ഒരു കാര്യം, ഓതറിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അപ്പൊ ഒരു സാധാരണ ഒരു മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അയാൾ കുളിക്കുന്ന സമയത്ത് ഇതുപോലെ വെൽത്ത് മണി ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഓതർ ആ റൂമിൽ പോയപ്പോൾ ഓതർ വിചാരിച്ചു ഇയാളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആ ബാത്റൂമിൽ വെച്ച് കുളിക്കുമ്പോൾ ഇയാൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. സോ ഈ അഫർമേഷൻസിന് വിഷ്വലൈസേഷനൊക്കെ ഈ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യപ്പെടും എന്നൊക്കെ പറയുന്നു. ശരി, ഇനി ഇതില്ലാന്ന് വിചാരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും, നമ്മൾ ആകെ ഡിസ്ട്രാക്റ്റഡ് ആയി കിടക്കുകയാണ്. നമുക്ക് ആക്ച്വലി നമ്മളൊരു എയിമൊക്കെ ആയിട്ട് ഇറങ്ങും, കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥ വരും. ഡെയിലി നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ഡിറക്ഷൻ കിട്ടും, നമുക്കൊരു എയിം നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. പണത്തിന്റെ ഏരിയയിൽ ഈ ബുക്ക് പറയുന്ന മറ്റൊരു കാര്യം, നമ്മളിൽ പലരും റിച്ച് ആവാത്തതിന്റെ നമ്പർ 1 കാരണം എന്താണെന്നറിയോ? അസൂയ എന്നുള്ളതാണ്. ഒരാളോടും നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. മറ്റൊരാളോട്, ഇപ്പോൾ ഒരാളൊരു വീട് വെച്ചു, നമുക്കൊരു അസൂയ, ഒരു പെയിൻ, ഇവിടെ ഒരു വേദന എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. ഉപബോധ മനസ്സിലായിട്ട് കൊടുക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു ശൂന്യതാണ്, ഇല്ലായ്മയാണ്. എനിക്കില്ലാത്തത് കൊണ്ടാണ് അയാൾ വീട് വെച്ചപ്പോൾ എനിക്ക് അസൂയ തോന്നിയത്. ഓരോ തവണയും നമ്മൾ എന്ത് കാണുമ്പോഴാണ് അസൂയപ്പെടുന്നത്, അതിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ എപ്പോഴൊക്കെ അസൂയപ്പെടുന്നോ അപ്പോഴൊക്കെ നമ്മൾ അതാവാൻ പോകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ നമ്മൾ ഉപബോധ മനസ്സിലോട്ട് സമൃദ്ധിയൊക്കെ നിറയ്ക്കുകയും ഒരു വശത്ത് മറുവശത്ത് കാണുന്നതിനൊക്കെ അസൂയപ്പെടുകയും ചെയ്താൽ നമ്മൾ എവിടെ എത്തില്ല എന്നുള്ളതാണ്. ജോസഫ് മർഫിയൊക്കെയാണ് ഒരു ടീച്ചർ വന്നു. ടീച്ചർ തന്റെ റിലേഷൻഷിപ്സിലൊന്നും സാറ്റിസ്ഫൈങ് അല്ല. 4 വിവാഹങ്ങൾ കഴിച്ചു, 4ലും ടീച്ചർ സാറ്റിസ്ഫൈങ് അല്ല. അപ്പോൾ ഓതറോട് സംസാരിച്ച് പറഞ്ഞു, അവരെന്റെ മുന്നിൽ താണു വണങ്ങി നിൽക്കും, ഞാൻ പറയുന്നൊക്കെ കേൾക്കും, എന്നോട് ഇങ്ങോട്ടൊന്നും ഇത് ചെയ്യണം അങ്ങനെയൊന്നും പറയാറില്ല. അതെനിക്കൊരു വിഷമം ഉണ്ടാകണം. എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡോമിനൻസ് ഒക്കെ കാണിക്കുന്ന ഒരു പുരുഷനാണ്, പക്ഷെ ഇത് നടക്കുന്നില്ല, എല്ലാവരും അങ്ങനെയാണ് എന്ന്. അപ്പോൾ ഓതർ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ശ്രൈണതയുള്ള ആളുകളാണ് അവര്. ശ്രൈണ ആ അർത്ഥത്തിലല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം തന്നെ കഴിക്കില്ല, ഇവരുമായിട്ട് റിലേഷൻഷിപ്സേ ഉണ്ടാക്കില്ല. ഇതല്ല സംഗതി, എനിക്ക് വേണ്ടതൊക്കെ കിട്ടുന്നില്ല, എനിക്ക് വേണ്ട നല്ല ഡോമിനൻസ് ഒക്കെ കാണിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓതർ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെ കുറിച്ച് പഠിച്ചപ്പോൾ ഇവർക്ക് ഇതാണ് വേണ്ടതെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ആക്ച്വലി ഇവരുടെ ആറ്റിറ്റ്യൂഡും ഇവർ പുറത്തോട്ട് കൊടുക്കുന്ന എനർജി ഒക്കെ നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇവര് എന്ന് പറഞ്ഞാൽ ഡോമിനൻസ് കാണിക്കുന്ന ഒരാളാണ്. ഇവർക്ക് എല്ലാ കാര്യവും ഇവർ ചെയ്യണം, ഇവരെ ഓരോ ഉത്തരവിടണം, അത് മറ്റുള്ളവർ കേൾക്കണം, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതാണ് ഇവരുടെ ഉള്ളിലുള്ളത്, അതാണ് അവർ മാനിഫെസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള പാർട്ട്നേഴ്സ് തന്നെയാണ് അവരിലോട്ട് വന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ എത്ര റിലേഷൻഷിപ്സിലോട്ട് പോയാലും അവിടെയൊക്കെ ഒരു പ്രശ്നം, സെയിം പ്രശ്നം വീണ്ടും വീണ്ടും വരുന്നു. ചില ആളുകൾ ടോക്സിക് ആണെങ്കിൽ സെയിം ടോക്സിക് ആയ പാർട്ട്നേഴ്സ് തന്നെ വരുന്നെങ്കിൽ പ്രശ്നം അവരിലല്ല നമ്മളിലാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, മറ്റുള്ളവരുമായുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ, രീതികൾ, അതൊന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യുക.
നമ്മുടെ ഓത ജോസഫ് മർഫിയെ കാണാൻ ഒരാൾ വന്നു. അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു രോഗം ഉണ്ടായിരുന്നു പണ്ട്. ആ രോഗമൊക്കെ ഭേദമായി. ആ ഭയമുണ്ട് അയാളുടെ ഉള്ളിൽ മാറിയ രോഗത്തെക്കുറിച്ച്. കൂടെ അയാൾക്കൊരു പാർട്ട്ണർ കൂടി വേണം എന്നുള്ളതാണ്. പക്ഷെ അയാളുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി കാരണം അയാൾക്ക് അതിന് ധൈര്യമില്ല. അയാളുടെ പ്രശ്നമാണ്. ആ മനസ്സിന്റെ പ്രശ്നം മാറ്റി സ്ത്രീകളെ അപ്രോച്ച് ചെയ്ത് ഒരു പാർട്ട്ണറൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയാണ് അയാളുടെ ആഗ്രഹം. ഇപ്പൊ ജോസഫ് മർഫി പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആദ്യം അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ ജസ്റ്റ് പേനയും പേപ്പറുമായിട്ട് എഴുതുക. എന്നിട്ട് ഫ്രീ ആയി കാമായിട്ട് ഇരുന്ന് നിങ്ങളത് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലോട്ട് അത് കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കിടക്കുമ്പോഴും ആ സ്ലീപ്പി സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കഴിയുന്ന സമയം മാക്സിമം നിങ്ങളുടെ ഉള്ളിലോട്ട് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. മുൻപ് ഇപ്പോൾ ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഇയാൾ ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോർ പോയപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ഇയാൾ ഒരു പ്രണയം ആരംഭിക്കുകയും ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സോ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്തൊക്കെയാണ് ഇപ്പൊ ഒരു പാർട്ട്ണർ വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഉള്ളിലോട്ട് ഉപബോധ മനസ്സിലോട്ട് നിങ്ങൾ അതിന്റെ സജഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബുക്ക് പറയുന്നത്. ജോസഫ് മർഫിക്ക് അയർലൻഡിലെ ഒരു ഫാർമറുടെ കൂടെ താമസിക്കാൻ ഒരു അവസരം കിട്ടി. ഫാർമർ മൊത്തം ഒരു ഹാപ്പി വൈബ്. ഫാമർ രാവിലെ എഴുന്നേൽക്കും, വിസിലൊക്കെ കൊണ്ടുപോയി, ഒരു ഡോഗൊക്കെ ഉണ്ട്, ഡോഗുമായിട്ട് തന്റെ ഫാം ചെയ്യുന്ന സ്ഥലമൊക്കെ നടക്കും, പാട്ടൊക്കെ പാടും. ആ ഫാമിലി മൊത്തം ഒരു സ്വർഗം പോലെ ഓതൊക്കെ തോന്നി. അപ്പൊ ഓതന് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു സംഗതി ഉണ്ടെന്ന്. അങ്ങനെ ഈ ഫാമറിന്റെ രീതികളൊക്കെ കാണാൻ തുടങ്ങി. ഫാമറിനോട് ചോദിക്കുകയും ചെയ്തു, എന്താ നിങ്ങൾ ഇത്ര ഹാപ്പി, നിങ്ങളുടെ ഫാമിലിയൊക്കെ ഹാപ്പിന്ന്. അപ്പൊ അയാൾ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഞാൻ റുട്ടീൻ ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. എപ്പോഴും കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്നത്തെ ദിവസം ആരോഗ്യവും സമൃദ്ധിയും സന്തോഷമൊക്കെ നൽകിയതിന് നന്ദി. നാളത്തെ ദിവസവും ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയൊക്കെ നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ട് ഉറങ്ങും എന്ന്. ഉപബോധ മനസ്സിലേക്ക് എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യവും സമൃദ്ധിയും സന്തോഷവും കൊടുത്തോണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ടൗണിലോട്ട് നോക്കാം, ജസ്റ്റ് ആളുകളിലോട്ട് നോക്കുക, അവരുടെ മുഖത്തോട്ട് നോക്കാം. അധികം ആളുകളുടെ മുഖം നോക്കുക, ആകെ സ്ട്രെസ്, കൺഫ്യൂഷൻസ് എന്തൊക്കെയോ ആണ്. ആ ഒരു എനർജിയാണ് ആകെ നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞ അധികം ആളുകളുടെ ഉള്ളിലെ സ്ട്രെസ്സും എൻ്റെ അവസ്ഥ എങ്ങനെയായിപ്പോയി, എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ, മറ്റുള്ളവരൊക്കെ എന്ത് സുഖമായിട്ടാണ്, ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടില്ല എല്ലാവരും എന്ത് ഹാപ്പി ആയിട്ടാണ്, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ, ഇതൊക്കെ ചിന്തിച്ച് ബുദ്ധിമുട്ടി ആ സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്. ആക്ച്വലി ഈ സ്ട്രെസ് തന്നെ അവർ തുടരുകയും ചെയ്യും. കാരണം സ്ട്രെസ്സാണ് അവരുടെ ഉപബോധ മനസ്സിലോട്ട് ഈ നെഗറ്റിവിറ്റികൾ, ഈ ബുദ്ധിമുട്ടുകൾ, സാഡ്, ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉപബോധ മനസ്സിൽ അതാണ് അവിടെ നിറയ്ക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പകരം ഹാപ്പിനെസ്, സന്തോഷം, വെൽത്ത്, ഹെൽത്ത്, മണി, ഇങ്ങനെയൊക്കെയാണ് നിറയ്ക്കുക. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുക, അതിനുവേണ്ടി കുറച്ച് ടൈം നമ്മൾ മാറ്റി വെക്കുക, കഴിയണത് അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ ഉച്ചരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ലൈഫ് തന്നെ പോസിറ്റീവ് ആവുന്നു. ഒരു ആക്ടർ സ്റ്റേജ് പെർഫോം ചെയ്തപ്പോൾ ആളുകൾ കൂവിയും ബഹളം വെക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അയാൾക്ക് ഈ ഓഡിയൻസിനെ കാണുമ്പോൾ വല്ലാത്ത പേടിയായി. കൂടെ അയാളുടെ സ്വപ്നം കൈവിട്ടു പോകുമോ എന്ന പേടിയും ഭയവും ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും. അയാൾ പതുക്കെ ലഹരിക്ക് അടിമയായി. പിന്നീടാണ് ഓദറിന്റെ കൈ കിട്ടിയത്. അപ്പോൾ ഓദറുമായിട്ട് സംസാരിച്ചപ്പോൾ ഓദർ പറഞ്ഞു, ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രശ്നമല്ലേ, അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാലോ എന്ന്. അങ്ങനെ അയാൾ ഈ മനസ്സിന്റെ പ്രശ്നത്തെ മാറ്റാതെ തീരുമാനിച്ചു. അങ്ങനെ ഓദർ അയാൾക്ക് ഈ ടിപ്സ് പറഞ്ഞു കൊടുത്തു. നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ, ഈ സ്ലീപ്പി സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ അയാൾ നന്നായി ഹാപ്പി ആയിട്ട് പെർഫോം ചെയ്യുന്നതും സ്റ്റേജിൽ ഉള്ള ആളുകളും ഓഡിയൻസൊക്കെ ഇയാൾ ഓടി വന്ന് സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ച് ഉയർത്തുന്നതും അങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് കുറച്ചൊക്കെ ധൈര്യം വരാൻ തുടങ്ങി. ഇയാൾ പെർഫോം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഓർണമെന്റ്സ് ഒന്നും ഇടാതെ സിമ്പിളായ ഒരു പെൺകുട്ടി ഓദറെ കാണാൻ വന്നു. ഒരു 22 വയസ്സൊക്കെയാണ് പ്രായം. അപ്പൊ ആ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് എന്തെന്നറിയാത്ത എന്തൊക്കെയോ വിഷമങ്ങള്, മനസ്സിൽ വല്ലാത്ത ഭാരം, എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല, വല്ലാത്ത വിഷമം, ഞാൻ തെറ്റ് ചെയ്തു എന്ന റിഗ്രറ്റ്, ആകെ പ്രശ്നമാണോ എന്ന്. ഇപ്പോൾ ഈ കുട്ടിയുടെ കഥ കേൾക്കുകയാണ്. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന കുട്ടിയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഓർത്തഡോക്സ്, അവരത്രയും ദൈവവിശ്വാസിയാണ്. അവരെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാൽ പുരുഷന്മാരെല്ലാം പാപികളാണ്, വസ്ത്രം ധരിക്കണമെങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കണം, ലിപ്സ്റ്റിക് ഇടുന്നത് സാത്താന്റെ പരിപാടിയാണ്, നല്ല വസ്ത്രം ധരിക്കുന്നത് സാത്താന് വേണ്ടിയാണ്, ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ. ഇതാണ് ഇവരുടെ ഉപബോധ മനസ്സിലേക്ക് കുഞ്ഞിൻ്റെത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്.
കുഞ്ഞു വളർന്നു വലുതായി എന്ത് ചെയ്താലും ദൈവം ശിക്ഷിക്കും എന്നുള്ള പേടി. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഉപബോധ മനസ്സിന്റെ ഈ ശക്തി ഇതാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലോട്ട് പണ്ടെന്നോ കയറിയ വിശ്വാസമാണ്. ഇതിനെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം ആ കുട്ടി ഒരു പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ്. സോ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ, നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ, ദൈവത്തിനും തെറ്റുകൾ പറ്റാന്നാ പറയുന്നത്. സോ നമുക്ക് തെറ്റുകളൊക്കെ പറ്റും, തെറ്റുകൾ പറ്റുമ്പോ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ അങ്ങ് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഒരു 3 വർഷം മുമ്പ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മളിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി, ശരീരം തന്നെ മാറി, മനസ്സ് മാറി, ഇമോഷൻസ് മാറി. അത് വേറൊരു വ്യക്തിയാണ്. അയാൾ തെറ്റ് ചെയ്തു, അത് അയാളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിച്ചങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ജോൺ എന്നൊരാൾ രാവും പകലും ജോലി എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഫാമിലി നോക്കുന്നില്ല, ശരീരം നോക്കുന്നില്ല, ജോലി എടുത്തുകൊണ്ടേയിരിക്കുന്നു. BP 180 ആയി. അയാൾ ഇപ്പോഴും ജോലി തന്നെയാണ്. അയാളുടെ മനസ്സിന് സുഖമില്ല എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. ഓദർ അയാളെ കണ്ട് സംസാരിച്ചപ്പോ അയാൾ പണ്ട് തൻ്റെ അനിയനോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉള്ളിൽ കിടന്ന് വല്ലാത്ത നീറലുണ്ടാക്കുന്നുണ്ട്. ആ റിഗ്രറ്റാണ്. അത് കാരണമാണ് ഇയാൾ അതിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിയിലോട്ട് പോയത് എന്നുള്ളതാണ്. സോ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്, ക്ഷമിച്ചൊഴിവാക്കുക എന്നുള്ളതാണ്. ഒരാൾ സന്തോഷപരമായിട്ടും സമാധാനപരമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളോടും മറ്റുള്ളവരോടും ക്ഷമിക്കുന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും പല വർഷങ്ങൾക്ക് മുൻപ്. അതും ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ആ വേദനയും അതൊക്കെ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. അവരെന്നോ മറന്നു പോയിട്ടുണ്ടാവും. സോ നമുക്ക് സന്തോഷവും സമാധാനവും വേണമെങ്കിൽ നമ്മൾ ഇത് മറന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇത് ഓരോ തവണയും നമ്മൾ ഈ നെഗറ്റീവായ കാര്യം ചിന്തിക്കുമ്പോഴും ഇത് ഉപബോധ മനസ്സിലോട്ട് ഇങ്ങനെ സജഷൻസ് കൊടുക്കുകയാണ്. ഈ ബുക്കിലെ ചില ഇൻസിഡൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഓരോ കഥകൾ പോലെ. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ പല ഇൻസിഡൻസും നമുക്കും നമ്മുടെ ലൈഫിലുണ്ടാവും. നമ്മുടെ പല പ്രശ്നങ്ങളും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാവും. സോ ഇതിൽ നിന്നൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. സംഗതി സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലോട്ട് സമൃദ്ധിയും സന്തോഷവും ഹാപ്പിനെസ്സും നിറയ്ക്കുക. അതിനു വേണ്ടി ഇഫേർട്ട് ഇടുക. നെഗറ്റീവായ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് അതെന്തൊക്കെയാണെന്നൊന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അതും നിറയ്ക്കുക. ഒരു ഡിറക്ഷൻ കൊടുക്കുക നമ്മുടെ ലൈഫിന്. നമ്മുടെ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. ഇറ്റ്സ് മീ MK ജയദേവ്.